സുഹൃത്തുക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. ഇന്ന് ജൂൺ 19, ദേശീയ വായനാ ദിനം. വായിച്ചു വളരാം. ആധുനിക കാലത്ത് വായനയുടെ പ്രാതിനിധ്യവും പങ്കും വ്യക്തമാക്കി വീണ്ടും ഒരു വായനാ ദിനം കൂടി വന്നെത്തുകയാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ അറ്റ് 2025. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തിയായി. ഇലക്ഷൻ റിസൾട്ട് 2025 ജൂൺ 23 പ്രഖ്യാപിക്കും. കപ്പലിന്റെ അവശിഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറക്കി കേരള സർക്കാർ. കേരള തീരത്ത് അടുത്തിടയിൽ ഉണ്ടായ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടാണ് ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് എന്ന് കേരള മുഖ്യമന്ത്രി അറിയിച്ചു. ആധാർ കാർഡിലെ പുതിയ അപ്ഡേഷൻസ് അറിഞ്ഞിരിക്കുക. ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾക്ക് പകരം QR കോഡ് സംവിധാനമാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി മുതൽ ആധാർ അപ്ഡേഷൻസ് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്യാനാകും. ഈ സംവിധാനങ്ങളൊക്കെ അടുത്ത നവംബറോടെ നിലവിൽ വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. BSNL 5G ഉടൻ സ്റ്റാർട്ട് ചെയ്യും. ഭാരത സർക്കാർ സ്ഥാപനമായ BSNL 5G സർവീസ് ഉടൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് BSNL ഈ കാര്യം അവതരിപ്പിച്ചത്. ഇതിന് പുതിയ പേര് നൽകിയിരിക്കുകയാണ് BSNL. BSNL 5QG എന്നാണ് ഈ പുതിയ നെറ്റ്വർക്കിന്റെ പേര്. ഈ പേര് നൽകിയത് പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയ പേര് നിർദ്ദേശങ്ങളിൽ നിന്നാണ്. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക്. കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക അനുമതി കിട്ടി. വയനാടിന്റെ യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് താമരശ്ശേരി ചുരത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് പാരിസ്ഥിതിക അനുമതിയായത്. ഇതിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. വിസ സർവീസുകൾ പുനരാരംഭിച്ച് US സർക്കാർ. പക്ഷേ ഇനി മുതൽ എല്ലാ പ്രോസസ്സിന്റെ കൂടെ US ഗവൺമെന്റ് നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും വിസ അപ്രൂവൽ ഉണ്ടാവുക. USനെതിരെ എന്തെങ്കിലും പോസ്റ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി അതൊക്കെ റിമൂവ് ചെയ്താൽ വിസ നടപടികൾ ഈസിയായി നടക്കുന്നതായിരിക്കും. ഏറ്റവും പുതിയ വെതർ അപ്ഡേറ്റ്സ് നോക്കാം. ഓറഞ്ച് അലേർട്ട് ഇൻ ട്രിവാൻഡ്രം ആൻഡ് കൊല്ലം. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥ. ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്.